ഇന്നെന്താ പൈനാപ്പിൾ ആയിട്ടൊക്കെയാണല്ലോ നമ്മൾ വന്നിട്ടുള്ളത്. അന്ന് നമ്മൾ മുജിറ്റ ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് അതേപോലെ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി. അപ്പം അതേപോലെ ഇന്ന് നമുക്ക് പൈനാപ്പിൾ കൊണ്ടും ഈ കക്കരിക്ക കൊണ്ടും മുജിറ്റ ഉണ്ടാക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇത് എല്ലാവരും ഉണ്ടാക്കണം. ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കസകസയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് ഇളക്കി വെക്കാം. ഇതൊരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നോളും. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് പൈനാപ്പിൾ മുജിറ്റയാണ്. എനിക്ക് കിട്ടിയ പൈനാപ്പിൾ കുറച്ച് പഴുപ്പ് കുറവാണ്. അപ്പം നമുക്ക് ഈ പഴുത്ത സ്ഥലത്ത് വെച്ച് പഴുത്ത ഭാഗം ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല, കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 2 ആളല്ലേ ഉള്ളു, ഞങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ചെത്തി കഴുകിയതാ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരയാനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഇതിനാവശ്യമുള്ള മധുരം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ള, കൂടുതൽ വേണ്ടവർക്ക് മധുരം അധികം വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അരച്ച ജ്യൂസിനൊന്ന് തരിച്ചിട്ടെടുക്കാം. കണ്ടില്ലേ മക്കളെ, വലിയ തരിപ്പയിൽ നമ്മൾ തരിക്കുകയാണെങ്കിൽ ഇത് ഒറ്റ അടിയിൽ തരിച്ച് കഴിയും കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ തരിയാണിത്. ഇത് നമുക്കിനി ആവശ്യമില്ല. നമ്മൾ അരച്ച് വെച്ച പൈനാപ്പിൾ ജ്യൂസ് ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു നാരങ്ങേനെ 8 ആയിട്ട് മുറിച്ചെടുക്കാം. 1. ഇത് മുറിക്കുമ്പോഴേ ഈ കുരു ഉണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് കളയണം കേട്ടോ. ഇതാ, ഇതിൻ്റെ കുരുവൊക്കെ പോയിട്ടുണ്ട്. ഇതിലും കൂടി ഒരു കുരുവുണ്ട്. ഇനി ഇതിൽ കുരുവില്ല. ഇനിയിപ്പം 4 കഷ്ണമായി. ഇനി ഇതും കൂടി നമുക്ക് 4 കഷ്ണമാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ എത്ര കഷ്ണമായി? 8 കഷ്ണമായി. ഇതേപോലെ ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങയുടെ കഷ്ണം ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരിച്ചിരി പുതിനയുടെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് ചതച്ച് നാരങ്ങയുടെ നീരൊക്കെ ഒന്ന് പുറത്ത് വരണം. ഞാനിതാ ചപ്പാത്തി ഇടിക്കണ കൊണ്ടാണ് ഇടിക്കണത്. ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് അമർത്തിയാലേ നാരങ്ങയുടെ നീരും അതിൻ്റെ കൂടെ പുതിനയുടെ ഇലയൊക്കെ ഒന്ന് ചതഞ്ഞ് വരും. നാരങ്ങയുടെ നീര് പുറത്ത് വരികയും ചെയ്യും. കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ പകുതി പൈനാപ്പിളിൻ്റെ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതാ, ഇതിൽ നമുക്കിനി ഫുള്ളായിട്ട് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് കുറച്ച് സോഡയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കുതിർത്തി വെച്ച കസുകസയും കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റോ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ നാരങ്ങയും പൈനാപ്പിളും പുതിനയിലയൊക്കെ നന്നായിട്ട് മിക്സായി വരട്ടെ. അപ്പം മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ മുജിറ്റോ ഉണ്ടാക്കാനുള്ള പണിയിട്ടാ. അങ്ങനെ മക്കളെ, നമ്മുടെ പൈനാപ്പിൾ മുജിറ്റോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കിയറാണ് എടുത്തിക്കണത്. ഇതുകൊണ്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു മുജിറ്റോ ഉണ്ടാക്കാം. ആദ്യം നമുക്കിതിനെ റൗണ്ടിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. ഇതിങ്ങനെ റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് ഈ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മധുരം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 4-5 പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരയാനുള്ള വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിനൊന്ന് നന്നായിട്ട് തരിച്ചെടുക്കാം. ഇതാ, ഇതേപോലെ നന്നായിട്ടൊന്ന് തരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ മുറിച്ച നാരങ്ങയുടെ ബാക്കി ഉണ്ടായിരുന്നില്ലേ, ആ 4 കഷ്ണം കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു 4-5 പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് അതേപോലെ ജ്യൂസ് മാത്രമാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നാരങ്ങയുടെ നീരൊക്കെ നന്നായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജ്യൂസ് അടിച്ച ജ്യൂസ് ഗ്ലാസിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ലേശം കസുകസയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സോഡ നിറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സോഡ ഒഴിക്കുമ്പോഴുണ്ടല്ലോ പതഞ്ഞങ്ങോട്ട് വരും, കണ്ടില്ലേ? പതഞ്ഞ് വരുമ്പോൾ മെല്ലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതാ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കാം. നമ്മുടെ നാരങ്ങയും ഇതുമൊക്കെ ഒന്ന് കലങ്ങി വരട്ടെ. അപ്പം നമ്മുടെ കിയാറിൻ്റെ മുജിറ്റോയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് പുതിന മുജിറ്റോയാണ് കേട്ടോ. ഇതാ അതിന് വേണ്ടി ഇതേപോലെ കുറച്ച് പുതിന തണ്ടിന്ന് അടർത്തി തണ്ടൊന്നും ഇല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊക്കെ ഈ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ മധുരം ഇല്ലാത്തതല്ലേ, അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് അതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. അല്ല, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അതേപോലെ തരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് അതേപോലെ തന്നെ 4 നാരങ്ങയുടെ പീസ് ഇട്ട് കൊടുക്കാം. ഇത് പുതിനയില അതിൽ അരച്ചത് കൊണ്ട് പുതിനയില എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് അതേപോലെ നീരെടുക്കാം, നാരങ്ങയുടെ. ഇനി നമുക്ക് പുതിനയുടെ ജ്യൂസ് ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഐസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് കസുകസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് ചോടയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പുതിന മുജിറ്റോയും റെഡിയായി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ മക്കളെ, നമ്മുടെ പുതിന മുജിറ്റോയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളെ, നമ്മൾ 3 തരം മുജിറ്റോകളാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ മുന്നേ നമ്മൾ മുജിറ്റോ ഉണ്ടാക്കിയത് മിക്സിയിൽ അരയ്ക്കൊന്നും ചെയ്യാതെ സാധാ വെള്ളം പോലെ ഒഴിച്ചുണ്ടാക്കി. ഇപ്പം നമ്മൾ എല്ലാ സാധനവും മിക്സിയിൽ നല്ലതുപോലെ അരച്ച് തരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അത് ഇതിനേക്കാളും സിമ്പിളായി ഉണ്ടാക്കാൻ ഇതിന് ഒരു ഇച്ചിരി ലേശം പണിയുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുജിറ്റോകളാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ. ഒരു പ്രാവശ്യമെങ്കിലും ഈ മുജിറ്റോ എങ്കിലും ഉണ്ടാക്കി നോക്കണേ, പുതിന മുജിറ്റോ.